അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്ന വിധമാണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങൽ. കേക്കിലും പുഡിങ്ങിലും ഐസ്ക്രീമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാറാണ്. പക്ഷേ ഇനി ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അതും നമ്മുടെ വീട്ടുമുറ്റത്ത് കായ്ക്കുന്ന കർമൂസ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പപ്പായ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. എന്തായാലും പപ്പായ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പച്ച പപ്പായ വേണം എടുക്കാൻ. പച്ച പപ്പായ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ടൂട്ടി ഫ്രൂട്ടി. എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അത്ര വലിയ പണിയൊന്നുമില്ലാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പച്ച പപ്പായനെടുത്ത് 1 കപ്പ് 250 ml ആണ്. അപ്പോൾ അതിനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് മുങ്ങുന്ന ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ പപ്പായ മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് മതി, അതിലേറേണ്ട. നല്ലോണം വെന്ത് പോവരുത്. ഈ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം തിളപ്പിക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം വെന്തിട്ടില്ല, അധികം വേവാനും നിൽക്കരുത്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി ആ സോസ് പാനിൽ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 1/4 കപ്പ് പപ്പായാണ് എടുത്ത്. അപ്പോൾ ആ കപ്പിന് തന്നെ 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടത് തിളപ്പിക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിത് അടച്ചു വെക്കാം. ഷുഗർ സിറപ്പ് ഒന്ന് വറ്റുന്നത് വരെ ഇതിൽ വേവിച്ചെടുക്കുക. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ വറ്റി വന്നേണ്. ഇനി നമുക്ക് ഒരിത്തിരി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പപ്പായൻ്റെ ഫ്ലേവർ ഇല്ലാതിരിക്കാനാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഗ്യാസിൽ വെച്ച് അധികം ഡ്രൈ ആക്കരുത്, അങ്ങനെ ചെയ്യരുത്. കുറച്ചൊരു വെള്ളം അതിൽ വേണം. ആ ഒരു രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ കളറ് ചേർക്കണം. അപ്പോൾ കളർ ചേർക്കണം നിർബന്ധമില്ല. അപ്പോൾ ഞാനിവിടെ കളർ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 3 ചെറിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ആക്കി മാറ്റിയിട്ടുണ്ട്. അതിലൊന്നിലേക്ക് ഞാൻ യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കളറില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി, കുഴപ്പമില്ല. കളർ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത ബൗളിലേക്ക് റെഡ് കളർ ചേർക്കുകയാണ്. അപ്പോൾ വേറെ സ്പൂൺ വെച്ചിട്ട് വേണം ഇതിലേക്ക് വേറെ കളറാക്കാൻ. ഒരു സ്പൂൺ തന്നെ എല്ലാത്തിലും ആക്കിയാൽ എല്ലാം കൂടി മിക്സായി പോവും. അപ്പോൾ വേറെ സ്പൂണിൽ ആക്കിയ കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റെഡ് കളറും നല്ലോണം മിക്സാക്കിയാണ്. വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇത് ഡ്രൈ ആവുമ്പോൾ എന്തായാലും നല്ല കളർ കിട്ടും. ഇനി മൂന്നാമത്തെ ബൗളിലേക്ക് ഗ്രീൻ കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീൻ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പിസ്താഷ്യൂവിൻ്റെ എസൻസ് ആണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 3 കളറും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഇതിൽ നല്ലോണം മധുരവും കളറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ ഇതിങ്ങനെ വെക്കുക. ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്താണ്. ഒന്നുകിൽ അടച്ച് വെള്ളത്തിൽ ഇറക്കി വെക്കുക, അങ്ങനെയാണെങ്കിൽ എറുമ്പൊന്നും വരാതെ സൂക്ഷിക്കാം. അപ്പോൾ മധുരമായതുകൊണ്ട് എറുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു ഉണ്ടാക്കിയത്, അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഇതിൻ്റെ കവർ എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇത് നല്ലോണം ഉണങ്ങി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇനി ഇത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക, നല്ലോണം നിരത്തിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഉണങ്ങിയാൽ മാത്രമേ ഇത് വേറെ വേറെ വിട്ട് കിട്ടുള്ളൂ. വേണമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ഡ്രൈ ആക്കിയാലും മതി. ഇനി എല്ലാ കളർ ചെയ്തതും നമുക്കിങ്ങനെ ടിഷ്യൂ പേപ്പറിൽ നിരത്തിയിട്ട് കൊടുക്കുക. വേറെ വേറെ വേണം വെക്കാൻ, ഇത് തമ്മിൽ കൂടി കലരരുത്. അപ്പോൾ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ആകതായി പോവും. അപ്പോൾ വേറെ വേറെ വെച്ചെടുക്കുക. ഇത് ഉണങ്ങിയാൽ മാത്രമേ മിക്സാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ലോണം ഒട്ടി പിടിക്കും രണ്ടും കൂടി ചേർന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ 3 കളറും ഇവിടെ ടിഷ്യൂ പേപ്പറിൽ നിരത്തി വെച്ചിട്ട് ഒന്നിക്ക് ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടയുള്ള പാത്രത്തിലൊക്കെ ആക്കിയാലും മതി. അപ്പോൾ ഇത് 3 ദിവസത്തിന് ശേഷമാണ്, ഇപ്പോഴാണ് ശരിക്കും ഉണങ്ങി കിട്ടിയത്. നല്ലോണം അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങനെ മൂടി വെക്കുക. ഇപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് 3 ദിവസം എടുത്തു ഈ ഒരു രീതിയിൽ കിട്ടാൻ. നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ വേറെ വേറെ വിട്ട് കിട്ടും. പിന്നെ ഇനിയിപ്പോൾ ഇത് ഒന്നായിട്ട് മിക്സ് ആക്കിയാലും കുഴപ്പമില്ല. ഇതിൻ്റെ മുന്നാണെങ്കിൽ ഒരുമിച്ച് മിക്സ് ആക്കുകയാണെങ്കിൽ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പം കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടിഷ്യൂ ഒന്ന് മാറ്റി കൊടുത്തിരുന്നു. അത് നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടിഷ്യൂ മാറ്റി വേറെ ടിഷ്യൂ ആണ് വെച്ചെടുത്തത്. പിന്നെ 2 ദിവസം ഇതിൽ തന്നെ വെച്ച്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പവും പറ്റണില്ല. ഇങ്ങനെ ആവണം, നല്ലോണം ഉണങ്ങി കിട്ടണം. മിക്സ് ചെയ്യുമ്പോൾ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടി ചേരാത്ത ആ ഒരു സമയം, ആ ഒരു ഇതാവുമ്പോൾ നമുക്കിത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. പിന്നെ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ പപ്പായ കൊണ്ട് ടൂട്ടി ഫ്രൂട്ടി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കേക്കിലും പുഡിങ്ങിലും ഐസ്ക്രീമിലും കുക്കീസിലും അങ്ങനെ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇനി എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതുകൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു